എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ബാലേന്ദ്രൻ രാവിലെ തന്നെ എഴുന്നേറ്റു. എല്ലാവരും എഴുന്നേൽക്കുന്നതിന് മുമ്പേ എഴുന്നേറ്റു. താഴെ വന്നു വൈജയന്തിൻ്റെ റൂമിൻ്റെ അങ്ങോട്ടൊന്ന് നോക്കി. അത് കഴിഞ്ഞ് മുത്തശ്ശേരിയും അലീനയുടെ റൂമിൻ്റെ അവിടെയൊക്കെ നോക്കി. അവിടെ നിന്നതിന് ശേഷം ബാലേന്ദ്രൻ നേരെ പോയി ഫ്രണ്ടിലെ ഡോറും പൂട്ടും അതുപോലെ ബാക്കിലെ ഡോറും പൂട്ടിയിട്ടാണ് മുകളിലോട്ട് കയറി പോകുന്നത്. കാരണം ബാലേന്ദ്രനോട് ചോദിക്കാതെ അലീന ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകരുത്. അലീന ഇന്നലെ പറഞ്ഞായിരുന്നു രാവിലെ വന്ന് യാത്ര ചോദിക്കാനുള്ള അനുവാദം അവർ തന്നിട്ടില്ല, അതുകൊണ്ട് ഇനി പറയാനായിട്ട് ഞാൻ ഇങ്ങോട്ട് വരില്ല, തമ്മിൽ കണ്ടില്ലെന്നിരിക്കും എന്നൊക്കെ പറഞ്ഞായിരുന്നല്ലോ. അതുകൊണ്ടാണ് ബാലേന്ദ്രൻ അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത്. ഏതായാലും രാവിലെ എഴുന്നേറ്റ് വരുന്ന വൈജയന്തിക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നു. ദേഷ്യം വരുന്നുണ്ട് വൈജയന്തിക്ക്. അന്നേരം വിളിക്കുവാണ് ആങ്ങളെ രാജീവനെ വിളിച്ച് പറയുവാണ് വീടിൻ്റെ ഫ്രണ്ട് ഡോറും ബാക്ക് ഡോറും പൂട്ടിയിട്ടിരിക്കുവാണ് എന്ന്. അന്നേരം ആര് പൂട്ടി എന്ന് ചോദിക്കുമ്പോഴത്തേക്കും വൈജയന്തി പറയുന്നുണ്ട് ബാലേന്ദ്രൻ വേറെ ആരാ, അവൾ അലീന ഈ വീട്ടിൽ നിന്ന് പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ബാലേന്ദ്രൻ ചെയ്തത് എന്ന് വൈജയന്തി പറയുമ്പം രാജീവൻ പറയുന്നുണ്ട് ഞാൻ അവിടെ വന്ന അവളെ അവിടുന്ന് അടിച്ചിറക്കുമെന്ന്. ഇത് കേട്ടുകൊണ്ട് ബാക്കി വശത്ത് മനു നിൽപ്പുണ്ട്. മനു ചിരിച്ചുകൊണ്ട് തലയാട്ടുന്നുണ്ട്. കാരണം ഇവരുടെ ഈ അഭ്യാസമൊന്നും അവിടെ നടക്കില്ല എന്ന് മനുവിനെ നന്നായിട്ട് അറിയാം. ബാക്കി എല്ലാവർക്കും ബാലേന്ദ്രനെ പുച്ഛമാണ്, അവരെന്തോ വലിയ ആഢ്യന്മാരാണ് എന്നുള്ള രീതിയിലാണല്ലോ സംസാരിക്കുന്നത് രാജീവനൊക്കെ. അത് കഴിഞ്ഞ് ഫോൺ വെച്ചതിന് ശേഷം അവിടുന്ന് അവളെ ഇറക്കി വിടും എന്ന് കേട്ടതുകൊണ്ട് തന്നെ മനു പറയുന്നുണ്ട് അതിനെ വീടിൻ്റെ ഡോറ് പൂട്ടിയിട്ടേക്കുമല്ലേ എന്ന് ചോദിക്കുക. അന്നേരം പറയുവാണ് ഞാൻ JCB വിളിച്ചുകൊണ്ട് വന്ന് ഇടിച്ച് നിരത്തുമെന്ന്. ഇത് വല്ലതും നടക്കണ കാര്യമാണോ? അന്നേരം ഇത് കേൾക്കുന്ന കമലയ്ക്ക് അതിലേറെ സന്തോഷം. കമല പറയുന്നുണ്ട് അവിടെ ചെന്ന് അവളുടെ കയ്യെ പിടിച്ച് വലിച്ച് ഗേറ്റിൻ്റെ പുറത്തേക്ക് ഇറക്കി വിട്ട് അവളുടെ കാരണത്തും 2 കൊടുത്തിട്ടേ വിടാവുള്ളൂ എന്നാണ് കമല പറയുന്നത്. എരുതിയിൽ എണ്ണ ഒഴിക്കുന്നത് കമലയ്ക്കൊരു സുഖമുള്ള കാര്യമായതുകൊണ്ട് നന്നായിട്ട് എരിവ് കയറ്റി രാജീവിനെ അവിടെ നിന്ന് വിടാൻ വേണ്ടി നോക്കുന്നുണ്ട് കമല. പക്ഷേ ഇതൊക്കെ ഒന്ന് തണുപ്പിക്കാൻ മനു ശ്രമിക്കുന്നുണ്ട്. ഇവരാരും വിട്ടുകൊടുക്കുന്നില്ല. ഏതായാലും രാവിലെ പോകാൻ തന്നെ അലീന തീരുമാനിക്കുന്നു. അതുകൊണ്ട് അലീന ബാലേന്ദ്രൻ്റെ റൂമിലേക്ക് വരുന്നുണ്ട്. എന്നിട്ട് പോകാനുള്ള അനുവാദമൊക്കെ ചോദിക്കുവാണ്. അന്നേരം ബാലേന്ദ്രൻ ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട് ഇവിടെ ഈ വീട്ടിൽ കയറി വന്ന് എന്നെ ഭരിക്കാനും എന്നോട് ഓർഡർ ഇടാനും ആ പട്ടി ആഹാരാണ് എന്നാണ് ചോദിക്കുന്നത്. ഇത് താഴെ നിന്ന് കേൾക്കുന്ന വൈജയന്തിക്ക് ആകെ വിഷമമാവുന്നുണ്ട്. കാരണം സ്വന്തം പുന്നാര ആങ്ങളെ പറ്റിയാണല്ലോ ഈ പറയുന്നത്. അത് കഴിഞ്ഞ് ഈ ഒരു സംഭാഷണം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അലീന വിഷമത്തോടെ പറയുന്നുണ്ട് ബാലേന്ദ്രനോട് നിങ്ങൾ തമ്മിലുള്ള വടംവലിക്കിടയ്ക്ക് എന്നെ ഇട്ട് ഞെരിക്കല്ലേ, എന്നെക്കൊണ്ട് സാധിക്കില്ല ഇനി ഇവിടെ പിടിച്ചു നിൽക്കാൻ എന്ന് പറയുമ്പം ബാലേന്ദ്രൻ പറയുവാണ് ഞെരുങ്ങാൻ തയ്യാറായി ഇങ്ങോട്ട് വന്ന ആളല്ലേ, അതുകൊണ്ട് ഞെരുങ്ങിയേ പറ്റുള്ളൂ, അങ്ങനെയൊന്നും രക്ഷപ്പെട്ട് പോകാൻ സാധിക്കില്ല എന്ന്. അത് കഴിഞ്ഞ് അലീനയുടെ സങ്കടമൊക്കെ കണ്ടു കഴിയുമ്പോൾ ബാലേന്ദ്രൻ പറയുവാണ് എൻ്റെ അനുവാദത്തോടു കൂടി ഈ വീട്ടിൽ നിന്ന് പോകില്ല, നീ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കുടുംബം രക്ഷപ്പെടും എന്ന് നിനക്ക് പൂർണ്ണ ബോധ്യം ഉണ്ട് എങ്കിൽ നീ പൊയ്ക്കോ എന്ന് പറഞ്ഞ് ആ താക്കോൽ കൂട്ട് എടുത്തിങ്ങനെ കാണിക്കുവാണ്. അലീന അത് വായിക്കും കേട്ടോ. കാരണം അലീനയ്ക്ക് ഇനി പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. കാരണം ചുറ്റും അലീനെ ആക്രമിക്കുന്നവരും വെറുക്കുന്നവരും ഉള്ളൂ. ആകപ്പാടെ ഒരു സപ്പോർട്ടുള്ളത് ബാലേന്ദ്രനാണ്. പിന്നെ ഇത്തിരി ഒരു സഹതാപത്തോടു കൂടിയെങ്കിലും ഒന്ന് പെരുമാറുന്നത് മുത്തശ്ശിയും കൃഷ്ണയും മാത്രമാണ്. പക്ഷേ സ്വന്തം ജീവിതം വരുമ്പോൾ അവരെല്ലാം തിരിച്ച് ചിന്തിച്ചും തുടങ്ങി. ഏതായാലും ഇനി ബാലേന്ദ്രൻ്റെ അനുവാദത്തിന് കാത്തു നിൽക്കണ്ട എന്ന് തീരുമാനിച്ച് അലീന ആ താക്കോൽ കൂട്ടം ബാലേന്ദ്രൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് പുറത്തോട്ട് ഇറങ്ങി പോകുമ്പോഴാണ് ബാലേന്ദ്രൻ അവിടെ ഇരുന്നിട്ട് ഈ അലീനയും രേവതിക്കുട്ടിയും തമ്മിലുള്ള ആ റെക്കോർഡിങ് ഓണാക്കി കേൾപ്പിക്കുന്നത്. അത് കേട്ടിങ്ങനെ തരിച്ച് നിൽക്കുക കേട്ടോ അലീന. അപ്പോഴാണ് അലീനയ്ക്ക് മനസ്സിലാവുന്നത് ബാലേന്ദ്രൻ എല്ലാം മനസ്സിലാക്കി കഴിഞ്ഞു എന്ന്. അതിലേറെ സങ്കടം അലീനയ്ക്ക് വരുന്നത് അലീനയിൽ നിന്നും അത് ബാലേന്ദ്രൻ അറിഞ്ഞു എന്നാണ്. അവിടെ നിന്ന് പൊട്ടിക്കരയുന്നുണ്ട്. അതിനുശേഷം കരഞ്ഞ് സങ്കടപ്പെട്ട് ആ റൂമിൽ തന്നെ ഇരിക്കുക കേട്ടോ അലീന. ഈ സമയം താഴെ വൈജയന്തി ഉണ്ട്. അലീന ഇറങ്ങി വരുന്നതും കാത്തു നിൽക്കുവാണ്. ബാലേന്ദ്രൻ പറയും അലീന ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ ആ നിമിഷം ഈ രഹസ്യം പൊട്ടിക്കുമെന്നും പറഞ്ഞതുകൊണ്ട് തന്നെ അലീനയ്ക്ക് ഇനി അവിടെ നിന്ന് ഇറങ്ങി പോകാൻ പറ്റില്ല ബാലേന്ദ്രൻ്റെ അനുവാദമില്ലാതെ. ആകെ സങ്കടപ്പെട്ട് ഇരിക്കുവാണ് അലീന.